ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ പണ്ടുണ്ടായ ഒരു സംഭവത്തെ പറ്റിയിട്ടാണ്. പക്ഷേ അന്ന് എനിക്കറിയില്ലായിരുന്നു അത് എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചെന്നത്. പക്ഷെ ഇപ്പം എനിക്കത് മനസ്സിലായത് അന്ന് എനിക്കത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന്. അതായത് എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയായിരുന്നു. അപ്പോൾ ജോലിക്ക് അവിടെ പോയിരുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ഷോപ്പിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം എന്നോട് പറഞ്ഞ് കാലത്ത് കുറച്ച് നേരത്തെ വരാൻ പറ്റുമോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യത്തെ കുറച്ച് ദിവസം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അങ്ങനെ പോയായിരുന്നു. പിന്നെ ഇപ്പം എനിക്ക് ഒട്ടും പോകാൻ പറ്റുള്ള ദൂരം, പിന്നെ ബസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്കാണെങ്കിൽ കാലത്ത് നേരത്തെ ചെല്ലുകയും വേണം. അപ്പോൾ എനിക്കങ്ങനെ പറ്റാണ്ടായപ്പോൾ ഞാൻ നിർത്തുകയെന്ന് പറഞ്ഞിട്ട് റിസൈൻ ചെയ്തായിരുന്നു. അപ്പോൾ അവർക്ക് നേരത്തെ വന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ റിസൈൻ ചെയ്തു. അപ്പോൾ ഞാൻ വളരെ വിഷമിച്ചിട്ടാണ്, പെട്ടെന്നായിരുന്നു ജോലി പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നത്. അപ്പം ഞാനങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് റിസൈൻ ചെയ്ത് വന്ന് ബസ് ഇറങ്ങി ബസ്സിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുമായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമം ഓൾറെഡി മനസ്സിലുണ്ട്. പിന്നെ പണ്ടെന്ന് വെച്ചാൽ, പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തൊട്ടേ എനിക്ക് 2 വീലർ വാങ്ങണം, വണ്ടി ഓടിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. വണ്ടി ഓടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ ഈ ജോലി പോയ അന്ന് ബസ് ഇറങ്ങി ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അതിലിങ്ങനെ വിഷമിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി, അത് എനിക്ക് തോന്നണം എന്നെന്തോ നവംബർ ഫസ്റ്റ് എന്തോ ആയിരുന്നു എന്ന് എനിക്ക് തോന്നണം. അപ്പോൾ ആ കുട്ടി സെറ്റ് സാരി എടുത്തിട്ട് ഞാൻ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ടാണ്, ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അന്ന് അവൾ ആ കുട്ടിക്ക് ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. സെറ്റ് സാരി എടുത്ത് തലയിൽ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു 2 വീലർ ഓടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ ആ കാറ്റിൻ്റെ ഒരു ഇങ്ങനെ മുടി പറക്കണ ആ മുല്ലപ്പൂ ഇതൊക്കെ കൂടി ഭയങ്കര ഒരു ഭംഗിയാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അതിലോട്ട് ഒരു ഇതായി. കാരണം ഞാൻ പണ്ട് എനിക്ക് വണ്ടി വാങ്ങണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ കൊച്ചിനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ഞാനായിട്ടൊക്കെ സങ്കല്പിച്ചു പോയി. ഞാനിങ്ങനെ സെറ്റ് സാരി എടുത്ത് മുല്ലപ്പൂക്കെ ചൂടി വണ്ടി ഓടിക്കുന്ന സംഭവമൊക്കെ ആയിട്ട് ഞാൻ സങ്കല്പിച്ചു. എന്നിട്ട് എനിക്ക് ജോലി പോയ സങ്കടം മനസ്സിലുണ്ട്. പക്ഷേ ഈ ഒരു കാഴ്ച കണ്ടിട്ട് എനിക്ക് ആ ജോലി പോയ കേസൊക്കെ എന്തോ അത് ഇങ്ങനെ ഒരു ഉള്ളിലോട്ടായി പോയ പോലെ. അതായത് ഈ വണ്ടി ആ പെൺകുട്ടി തന്നെ എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് തന്നെയാണ് മനസ്സിലുള്ളത്. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് അമ്മയൊക്കെ ചോദിച്ച് ഇങ്ങനെ എന്താന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ജോലി പോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഒരു വിഷമം എനിക്കൊട്ട് കാണുന്നുമില്ല. അപ്പം ഞാൻ വിഷമിക്കേണ്ടെന്ന് ഓർത്തിട്ട് അവർ പറഞ്ഞു അത് പോയപ്പോട്ടെ വേറെ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കും. അപ്പം എനിക്കെപ്പോഴും ഒരു വിഷമവും തോന്നില്ല. എൻ്റെ മനസ്സിൽ ജോലി പോയ കാര്യം അല്ലെങ്കിൽ വേറെ ജോലി ഒന്നുമല്ല. എനിക്ക് അതുപോലെ വണ്ടി ഓടിച്ച് അത്ര ആ ഇതിൽ അങ്ങനെ ആ ഒരു ഇതുപോലെ തന്നെ വണ്ടി ഓടിച്ച് പോകണം, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ മനസ്സിലിങ്ങനെ കയറിക്കൂടിയേക്കാണ്. അപ്പം ഞാനിങ്ങനെ അത് തന്നെ ഫുഡ് കഴിക്കുമ്പോഴും എവിടെയെങ്കിലും പോകുമ്പോഴും നടക്കുമ്പോഴൊക്കെ ഇത് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ സൈഡിൽ കൂടി ഞാനിങ്ങനെ വേറെ ജോലിക്ക് നോക്കണമുണ്ട്. അപ്പം 2-3 ദിവസം കഴിയുമ്പോൾ വേറെ 2-3 സ്ഥലത്ത് ഇൻ്റർവ്യൂ വന്നു. അപ്പം അങ്ങനെ ഞാൻ പോണു. അപ്പം പോകുമ്പോഴും വരുമ്പോഴൊക്കെ എനിക്ക് ബസ്സിൽ കയറുമ്പോഴൊക്കെ വേറെ ആൾക്കാരൊക്കെ റോട്ടിൽ കൂടി ഈ വണ്ടി ഓടിച്ച് കാണുമ്പോൾ എനിക്ക് ആ കാര്യം ഓർമ്മ വരും. അപ്പോൾ എൻ്റെ മനസ്സിലെന്താണ്, എനിക്ക് അതുപോലെ വണ്ടി ഓടിക്കുന്നത് തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരെങ്കിലും റോട്ടിൽ കൂടി പോകുമ്പോൾ ഞാൻ എന്നെയായിട്ട് അത് ഓർക്കും. ഞാൻ അങ്ങനെ പോണത് പോലെ ഓർക്കും. ഞാൻ വണ്ടി ഓടിച്ച് പോണതായിട്ടൊക്കെ സങ്കല്പിച്ച് ഞാനിങ്ങനെ വെറുതെ കണ്ണടിച്ചിരുന്ന് ആലോചിക്കും, ഞാൻ വണ്ടി ഓടിക്കണ പോലെ. അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ജോലിക്കാരും ഒന്നും റെഡി ആവില്ല കേട്ടോ. ജോലി ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോകും, തിരിച്ചു വരുന്നു, ഇതല്ലാണ്ട് സമയവും സാലറി ഒന്നും പറഞ്ഞിട്ട് ജോലി ഒന്നും റെഡി ആവില്ല. ആ ഒരു വിഷമം ഉണ്ട്. പക്ഷെ അതിലും കൂടുതൽ എനിക്ക് വണ്ടി വാങ്ങണം എന്നാണ്. എന്തോ ഒരു ഇതിൽ ഞാൻ ഒരു ദിവസം പോയിട്ട് 2 വീലറിൻ്റെ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഒരു വണ്ടി കുറേ വണ്ടികൾ ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാൻ അതിന് മുന്നേ ഒരു വണ്ടി കണ്ട് ഞാനിങ്ങനെ ഇഷ്ടപ്പെട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പോയി ചോദിച്ചു, ക്യാഷൊക്കെ ചോദിച്ചു. കയ്യിലാണെങ്കിൽ ഒറ്റ പൈസ ഇല്ല. ജോലി റിസൈൻ ചെയ്ത് വന്നിട്ടാണെങ്കിൽ ഒറ്റ പൈസ കയ്യിലില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് എനിക്കറിയാം കയ്യിൽ പൈസ ഇല്ല, ഇത് എങ്ങനെ എടുക്കും, എന്ത് ചെയ്യുമേ, എങ്ങനെ എടുക്കും, ആദ്യത്തെ എങ്ങനെ അടയ്ക്കും, അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അതൊന്നും ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നണില്ല. എനിക്ക് വണ്ടി വാങ്ങണം അത് തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ആ ഷോപ്പിൽ ചെന്നിട്ട് അവരോട് ഇങ്ങനെ ഈ വണ്ടി വേണം അങ്ങനെയൊക്കെ പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ പറഞ്ഞിട്ട് പോന്നു. തിരിച്ച് വീട്ടിലോട്ട് പോരുമ്പോഴും കയ്യിൽ ക്യാഷ് ഇല്ല. എവിടെ നിന്ന് കയ്യിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ട് എൻ്റെ അടുത്ത് ഒന്നുമില്ല. ആകെ കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്നിട്ട് അപ്പം ഞാൻ ആലോചിക്കേണ്ട, ഈ ഗോൾഡ് വെച്ചിട്ട് ഞാൻ ഈ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ EMI അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷെ എന്നിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് പറയാണ് വണ്ടി വാങ്ങണം, ജോലി കിട്ടിക്കോളും, ജോലി കിട്ടിക്കഴിയുമ്പോൾ EMI അടഞ്ഞ് പൊക്കോളും. അങ്ങനെ എന്തോ ഞാൻ ഗോൾഡൊക്കെ വെച്ചിട്ട്
ഫസ്റ്റത്തെ ക്യാഷ് കൊടുത്തു. വണ്ടി ഞാൻ സാധാരണ എല്ലാവരും എന്താ ചെയ്യണേ, വണ്ടി ഓടിച്ച് പഠിച്ചിട്ടാണ് വണ്ടി വാങ്ങണത്. അപ്പോൾ പണ്ട് അച്ഛന് വണ്ടി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അച്ഛന് ബൈക്കായിരുന്നു, അച്ഛനപ്പം എന്നെ ബൈക്കിലേക്ക് ഇരുത്തിയിട്ട് വണ്ടി ഓടിച്ച് പഠിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ വേറെ ആരുടെയെങ്കിലും ആക്റ്റീവ് മോഡലൊക്കെ കാണുമ്പോഴൊക്കെ കയറി ഇരുന്നിട്ടൊക്കെ ഓടിക്കായിരുന്നു. പക്ഷേ ഈ പുതിയ വണ്ടി എടുത്തപ്പോഴും എനിക്ക് വണ്ടി ഓടിക്കാനും പറഞ്ഞുകൂടെ ലൈസൻസും ഇല്ല. അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞ് പോയിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് വണ്ടി ഓടിച്ച് പഠിക്കാം, എന്നിട്ട് ഇതെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ പുതിയ വണ്ടി തന്നെ വണ്ടി ഓടിച്ച് പഠിക്കണം, ഇതിൽ തന്നെ ഓടിച്ച് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ കുറേ ദിവസം എന്നെ പഠിപ്പിച്ച്. അത് കഴിഞ്ഞ് അച്ഛൻ ജോലിക്ക് പോകേണ്ട ഇതൊക്കെ വന്നപ്പോൾ അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഡ്രൈവിംഗ് സ്കൂളിലെ ചേച്ചിയായിരുന്നു. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ ആ ചേച്ചി എന്നെ കുറേ ദിവസം ഓടിക്കാൻ പഠിപ്പിച്ച്. അപ്പം അപ്പോൾ കുറേ ദിവസമായിട്ടും എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പം ആദ്യത്തെ EMI പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ EMI അടയ്ക്കാനായിട്ട് കുറച്ച് ദിവസം മാത്രം ബാക്കി, ക്യാഷ് ഒന്നും എൻ്റെ കയ്യിലില്ല. എന്നിട്ട് വീട്ടിൽ നിന്ന് EMI അടച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ അടുത്ത EMIയുടെ ഒക്കെ സമയമാവാറായപ്പോഴേക്കും ഞാൻ ഒരുവിധം ശരിക്കും നന്നായിട്ട് വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ച ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ അവിടുത്തെ ചെറിയ പോക്കറ്റ് റോഡിൽ കൂടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ തന്നെ ഓടിച്ചു പോയി. അപ്പോൾ ഓടിച്ചിരുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ ഓർക്കുകയാണ്, ആ കുട്ടി അന്ന് ഞാൻ പറഞ്ഞില്ല, ആ കുട്ടി ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൊക്കെ ചൂടിയിട്ട് വണ്ടി ഓടിച്ച് പോകുന്ന രംഗം ഞാൻ കണ്ടു. അപ്പം ഞാൻ അതിങ്ങനെ ആലോചിക്കുകയാണ്, എനിക്ക് ജോലി കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ സ്വന്തം വണ്ടിയിൽ ഞാൻ പോകും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ആ വണ്ടി ഓടിച്ചുകൊണ്ട് കിടക്കണം. അപ്പോൾ പോക്കറ്റ് റോഡിൻ്റെ വീടിൻ്റെ അടുത്തുള്ള, അതായത് ചെറിയ വഴിയാണ് ഞങ്ങളുടെ വീടിൻ്റെ, അവിടെ നിന്ന് അങ്ങോട്ടും ഞാൻ വെറുതെ ഇങ്ങനെ ഓടിച്ച് പഠിക്കണ പോലെ ഓടിച്ചു. അപ്പോൾ വണ്ടി അങ്ങനെ ഞാൻ ഓടിക്കാനൊക്കെ പഠിച്ചു കഴിഞ്ഞ് അങ്ങനെ കുറച്ച് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ച് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചുകൊണ്ടെന്ന് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫോൺ ബെല്ലടിക്കണം. അപ്പോൾ ഫോൺ ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ഞാൻ രണ്ടാമത് കുറേ സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് കൊടുത്തെന്ന് പറഞ്ഞില്ല, അതിൽ ഒരു സ്ഥലത്ത് നിന്ന് എന്നെ വിളിച്ചേക്കുവാണ്, ഇങ്ങനെ ഇതായിട്ടുണ്ട്, കയറാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ അടുത്ത ദിവസം തൊട്ട് കയറിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയും. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത് ഞാൻ അന്ന് അന്തിച്ചു പോയി. കാരണം ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ അടുത്ത് ഒറ്റ പൈസ ഇല്ല, വണ്ടി എടുക്കണം എന്നൊരൊറ്റ ഇത് കയറിയിട്ട് വണ്ടി എടുക്കുന്നു, ഗോൾഡ് വെക്കുന്നു. ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്കതെല്ലാം ഒരു ഭയങ്കര ഒരു സംഭവം പോലെ തോന്നി. ഇപ്പം ചിലപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവരും വിചാരിക്കുമായിരിക്കും ഒരു വണ്ടി എടുക്കാൻ പോയി ഇത്ര കാര്യമാണ്. പക്ഷേ അന്ന് എനിക്ക് ജോലിയില്ല, കയ്യിലാണെങ്കിൽ ക്യാഷ് ഇല്ല, പെട്ടെന്ന് ഒരു വണ്ടി എടുക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. പക്ഷെ എന്നിട്ടും എനിക്ക് എന്തോ ഒരു ഇതിൽ ജോലി എടുക്കണം എന്നൊരു ഇത് കയറണം. ഞാൻ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചു, ഊണിലും ഉറക്കത്തിലും കിടക്കുമ്പോഴൊക്കെ ഞാനത് തന്നെ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കണം, ഞാൻ വണ്ടി ഓടിക്കണം, ഞാൻ പോകണം, പിന്നെ ജോലിക്ക് ഞാൻ പോണത്. അപ്പോൾ ഈ വണ്ടി ഓടിക്കാൻ പഠിച്ചെല്ലാം സെറ്റായി കഴിഞ്ഞാൽ അതായപ്പോഴേക്കും എനിക്ക് ആ ജോലിയുടെ കാര്യം ശരിയാവുകയും ചെയ്തു. പക്ഷെ ആദ്യത്തെ കുറച്ച് ദിവസം എനിക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ബസ്സിനൊക്കെ തന്നെയാണ് പോയത്. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ ലൈസൻസ് ഒക്കെ എടുത്ത് എല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് തന്നെ ജോലിക്ക് പോകാൻ തുടങ്ങി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ EMI ഒക്കെ ഞാൻ തന്നെ അടച്ചു. അപ്പോൾ ഞാനിപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, അന്നപ്പോൾ എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ, പിന്നെ മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ അതൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത്, അന്ന് ഞാൻ ആ വണ്ടി കണ്ട് ആ പെൺകുട്ടി ഓടിക്കാനുണ്ടപ്പോൾ അത് എൻ്റെ മനസ്സിൽ തറച്ചു. പിന്നെ ഞാൻ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയുന്ന സംഭവം തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു. അതായത് ഞാൻ ആ വണ്ടി ഓടിക്കണം, ഞാൻ അതിൽ ജോലിക്ക് പോകണം, അത് തന്നെ ആലോചിച്ചിട്ട് എനിക്ക് ആ വണ്ടി എങ്ങനെയും എടുത്തേ പറ്റൂ എന്നുള്ള ഒരു ഇത് കൊണ്ടാണ് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അത് നോക്കണം, ആ വണ്ടിയുടെ റിവ്യൂസ് നോക്കണം, പിന്നെ ഷോപ്പിൽ പോയിട്ട് അത് അന്വേഷിക്കണം, അത് ഓർഡർ ചെയ്യണം. പെട്ടെന്നാണ് ഗോൾഡ് പണയം വയ്ക്കുന്നു, ഇതെടുക്കുന്നു, എല്ലാം പിടിപിടിക്കുന്നതായിരുന്നു. എനിക്കിപ്പോൾ ഞാനത് ആലോചിക്കുമ്പോൾ വിചാരിക്കതൊക്കെ അന്ന് അങ്ങനെ പിടിപിടിക്കുന്ന സമയം. ഇപ്പോൾ പക്ഷെ എനിക്കത് മനസ്സിലായി, അതായത് ഈ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ ആ സംഭവമൊക്കെ സത്യമാണ്. അതായത് നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് നമുക്കതിനോട് അത്ര ആഗ്രഹം തോന്നണം, അതെനിക്ക് വേണം, എന്നിട്ട് നമുക്കത് കിട്ടിയതായിട്ട് സങ്കല്പം. എല്ലാം ഇങ്ങനെ വീഡിയോസിലൊക്കെ എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഈ മോട്ടിവേഷൻ വീഡിയോ, അതായത് ഈ ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ടല്ലോ, അതായത് നമ്മൾ ആ കാര്യം വാങ്ങണതായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം നടന്നതായിട്ട് നമ്മൾ കാണണം, എന്നിട്ട് അതിങ്ങനെ നമ്മൾ കൂടുതൽ ശക്തിയോടെ ആലോചിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിലും നമ്മുടെ ആ ആഗ്രഹം നമുക്ക് സാധിച്ചു തരും. നമ്മുടെ ആ ആഗ്രഹം സാധിക്കാൻ പ്രപഞ്ചം നമ്മുടെ കൂടെ ഉണ്ടാവും. അത് സത്യമാണെന്ന് എനിക്കിപ്പോൾ എൻ്റെ അന്നത്തെ വണ്ടിയുടെ സംഭവം വെച്ചിട്ട് മനസ്സിലായി. കാരണം ഞാൻ ഒന്നുമില്ലാത്ത സമയത്ത് ആഗ്രഹിച്ചത്, ഞാൻ ആ വണ്ടി ഓടിക്കാനായിട്ട് സ്വപ്നം കണ്ട ഒരു ജോലി പോലും ഇല്ലാത്തൊരു സമയത്ത്, പിന്നെ വണ്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ വണ്ടിയിലിരുന്നിട്ട് ജോലിക്ക് പോണതായിട്ട് സ്വപ്നം കണ്ടു. അപ്പോൾ ആ ജോലി കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലത്ര ആഗ്രഹം കൊടുത്ത് നമ്മൾ വിചാരിക്കണം ആ കാര്യമൊക്കെ നടക്കുമെന്നുള്ള കാര്യം എനിക്കിപ്പം മനസ്സിലായി. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ സത്യമാണോ, അല്ലെങ്കിൽ ഇതൊക്കെ ഈ
വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷൻ ഇതൊക്കെ സത്യമാണെന്നൊക്കെ ചിന്തിക്കണവരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അന്നത്തെ അനുഭവത്തിൽ നിന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പം എനിക്കത് നല്ല വിശ്വാസമുണ്ട്. ഇപ്പോൾ പല പല കാര്യങ്ങൾ ഞാനങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, ഞാൻ ഒരുപാട് അങ്ങനെ അന്നത്തെ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാനതിപ്പോഴും വിശ്വസിച്ച് ആഗ്രഹിച്ച് നടത്തിയെടുത്ത് വന്നിട്ട്. അപ്പം ഞാൻ പറയണത്, നിങ്ങൾക്കിപ്പം ഒന്നുമില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിലും, ഇപ്പം എന്തെങ്കിലും ഇപ്പം ജോലി ആയിക്കോട്ടെ, ക്യാഷ് ആവട്ടെ, എന്തെങ്കിലും വേണമെന്നുള്ളൊരു ഇതാണെങ്കിലും, ഇപ്പം ഈ എല്ലാ ചാനലിലും ഓരോ മോട്ടിവേഷൻകാരല്ലെങ്കിൽ ഇങ്ങനെ ഓരോ വീഡിയോസിൽ പറയണത് അവർ സത്യമാണ്. നിങ്ങളത് ഉറപ്പിച്ച് വിശ്വസിക്കുക. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയണത് സത്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നമ്മുടെ മനസ്സിൽ ആ ആഗ്രഹം വേണം. നമ്മളത് നടന്നു കഴിഞ്ഞതായിട്ട് നമ്മൾ സങ്കല്പിക്കണം. അതായത് ആ ആഗ്രഹം നമ്മൾ നമ്മൾ മനസ്സിൽ വിചാരിക്കണം ആ ആഗ്രഹം എന്നിട്ട് ആ സന്തോഷം നമ്മൾ ഇതാക്കണം. ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോഴുള്ള സന്തോഷം, പിന്നെ വണ്ടിക്ക് ജോലിക്ക് പോകുമ്പോൾ, അതൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ച് പെട്ടെന്നാണ് എനിക്കത് ചെയ്യാനുള്ള പവർ കിട്ടിയത്. ഇതെല്ലാം പെട്ടെന്നാണ് എനിക്ക് സംഭവിച്ചത്. അപ്പം അതൊരു ചിലപ്പോൾ ഇപ്പം കേൾക്കുമ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച് മനസ്സിൽ ഉറപ്പിച്ച് നടന്നായിട്ട് സ്വപ്നം കണ്ടാൽ ഉറപ്പായിട്ടും നടക്കും. അപ്പം നിങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് ആലോചിച്ച് അത് നടന്നതായിട്ടൊക്കെ കണ്ട് എല്ലാവരും നടത്തിയെടുക്കണം. അപ്പം എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. അപ്പം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.